ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ യമ്മി ആയിട്ടുള്ളൊരു ബട്ടർ സ്കോച്ച് പായസമാണ് തയ്യാറാക്കുന്നത്. വളരെ രുചികരമായ ഈ ഒരു പായസം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി യമ്മി ബട്ടർ സ്കോച്ച് പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 1/2 കപ്പ് പച്ചരി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ സാധാരണ നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ബൗളിലോട്ട് ഒന്ന് ചേർത്തതിന് ശേഷം ഈ വക നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് 2-3 തവണ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അരി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു കടായോ കുക്കറോ എടുക്കാം. അതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുക്കറാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി വെള്ളം ചേർത്തതിന് ശേഷം 1 ലിറ്റർ പാല് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി പാല് നന്നായിട്ട് ബോയിലായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ ബാദാം ഒന്ന് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബാദാം ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് പിസ്തയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക നട്ട്സ് എല്ലാം നിങ്ങൾക്ക് എത്രമാത്രമാണ് താല്പര്യം അതനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഏകദേശം 1/4 കപ്പോളം എല്ലാം മതിയാവും. ഞാനിവിടെ 1/4 കപ്പ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നട്ട്സ് ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേ സെയിം കടായിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയിൽ വെള്ളം ചേർക്കാണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ പാൻ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തോളൂ. എല്ലാ സൈഡിലോട്ട് നന്നായിട്ടൊന്ന് പഞ്ചസാര സ്പ്രെഡ് ആയതിനു ശേഷം ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഉരുകി വന്നോളൂ കേട്ടോ. നമ്മുടെ പഞ്ചസാര ഒന്ന് ഉരുകി വരുന്ന സമയം കൊണ്ട് നമ്മുടെ നട്ട്സ് എല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ക്രഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാറിലോട്ട് ചേർത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തോളൂ കേട്ടോ. നമ്മുടെ നട്ട്സ് എല്ലാം നന്നായിട്ട് ക്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാലൊന്ന് ചെക്ക് ചെയ്യാം. നല്ലൊരു ബോയിൽ വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. പാൽ ഏകദേശം ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് കുറുകയും കൂടെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പച്ചരി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ഈ അരി പാലിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ അരി ഈ പാലിലോട്ട് യോജിച്ച് നന്നായിട്ടൊന്ന് കുക്കായി കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് ഇളക്കി വെച്ച് ജസ്റ്റ് ഒന്ന് അരി വെന്തോ ഇല്ലെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ആ സമയം കൊണ്ട് നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നന്നായിട്ടൊന്ന് കാരമലൈസ്ഡ് ആയി വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒരു 2 സെക്കൻഡ് കൂടെ ഒന്ന് വെയിറ്റ് ആയതിനു ശേഷം നമ്മുടെ കാരമലൈസ് ആയിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാദാമും കാഷ്യൂനട്ടും പിസ്തയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇത് തണുത്തതിന് ശേഷം കട്ടയായിപ്പോവും. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബട്ടർ സ്കോച്ച് റെഡിയാണ്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ച ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കടക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബട്ടർ സ്കോച്ച് ഇവിടെ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ആ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് നന്നായിട്ടൊന്ന് റിമൂവ് ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വക എല്ലാം ക്രഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് മിക്സി ജാറിലോട്ട് ചേർത്ത് ക്രഷ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന രീതിയിൽ മസാല പൊടിക്കുന്ന ആ ഒരു കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താം. നോക്കിക്കോളൂ, ഇതുപോലെ ഞാൻ ക്രഷ് ചെയ്തൊരു പ്ലേറ്റിലോട്ട് ആക്കുന്നുണ്ട്. ബാക്കിയെല്ലാം കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബട്ടർ സ്കോച്ച് ഇവിടെ ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരി പാല് എല്ലാം നന്നായിട്ട് യോജിച്ച് വെന്തിട്ടുണ്ടെന്ന് നോക്കാം. ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ ഇളക്കി നന്നായിട്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സൈഡിൽ നിന്ന് ആ പാട എല്ലാം നന്നായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ റൈസ് വെന്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇത് ഉടങ്ങി കിട്ടുന്നുണ്ട്. റൈസ് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് പഞ്ചസാര ഈ സമയത്ത് ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്തോളൂ. നമ്മൾ ഷുഗർ കാരമലൈസ്ഡ് ചെയ്തിട്ട് നമ്മൾ നട്ട്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ഒരു കാരമലൈസ്ഡ് മാത്രം മതി മധുരത്തിന്. പിന്നെ നിങ്ങൾക്ക് ഏറെ മധുരം താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തോളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച്
ഏലക്കായ പൊടിച്ചതും കൂടെ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സായി ഒരു തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ് നമ്മുടെ ഈ ഒരു പായസം ഇനി നന്നായിട്ടൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു പായസം ഏകദേശം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ സ്കോച്ച് നമുക്ക് ഇതിലോട്ട് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തോളൂ. കുറച്ച് ഭാഗം നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. മധുരം അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര എക്സ്ട്രാ ചേർക്കാഞ്ഞത്. ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ മധുരം തന്നെ ധാരാളം മതി, അതുകൊണ്ടാണ് ഞാൻ മധുരം ചേർക്കാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് നമ്മൾ തണുത്തതിന് ശേഷം ഇത് ആഡ് ചെയ്യുന്ന കാരണം ആ ബട്ടർ സ്കോച്ച് നമ്മൾ ഈ പായസം കഴിക്കുമ്പോൾ ആ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് ഫീൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ തണുത്തതിന് ശേഷം നമ്മുടെ ബട്ടർ സ്കോച്ച് ആ മിക്സ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ ബട്ടർ സ്കോച്ച് പായസം ഇവിടെ റെഡിയാണ്. നമുക്ക് സർവിങ് ബൗളിലോട്ടൊന്ന് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു ബട്ടർ സ്കോച്ച് പായസം നമ്മൾ ഒരു ബൗളിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ബൗളിലോട്ട് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ബട്ടർ സ്കോച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ സ്കോച്ച് പായസം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടെസ്റ്റിബിൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.